Hello friends, in the topic in which character oriented protocol, byte oriented protocol and link access procedure. We will start in the character oriented protocol. The character oriented protocol is of 8-bit size frame. The header which covers the source and destination address and some other control information whether as the tail carries error detection or error conversion redundancy byte. Character oriented protocol എന്ന് വെച്ചാൽ 8-bit സൈസ് ഫ്രെയിമാണ്. അതിൻ്റെ ഹെഡർ ഭാഗം 8-bit ഫ്രെയിമിൻ്റെ ഹെഡർ നമ്മൾ സോഴ്സും ഡെസ്റ്റിനേഷനും ഏതാണ് എന്നുള്ളതിൻ്റെ അഡ്രസ്സാണ് നേരെ ഉൾപ്പെട്ടിട്ടുണ്ടാവുക. അതേസമയം ടെയിൽ അതിലെ എറർ ഡിറ്റക്ഷനും എറർ കൺവേർഷനും റിഡൻഡൻസിക്കും യൂസ് ചെയ്യുന്ന ബൈറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. In order to separate one frame from the next frame, the designer added a flag bit at the beginning and end of the frame. ഒരു ബിറ്റിനെ മറ്റൊരു ബിറ്റിൽ നിന്ന് വേർതിരിക്കാൻ വേണ്ടിയിട്ട് ഡിസൈനർ അതിൻ്റെ അകത്തൊരു ഫ്ലാഗ് ബിറ്റ് ആഡ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് അതിൻ്റെ തുടക്കത്തിലോ എൻഡിലോ ആയിട്ട് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. The most popular protocol which used to exchange only text by the data link. ഇതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മെത്തേഡിൽ വെച്ചാൽ നമ്മൾ ഈ എക്സ്ചേഞ്ചസ് ടെക്സ്റ്റ് മാത്രം യൂസ് ചെയ്തിട്ട് ഡാറ്റ ലിങ്ക് ലെയറിൽ ചെയ്യുന്നതാണ്. If the receiver encounters other informations rather than text in the middle of the data, the user thinks of the end of the problem. നമ്മൾ റിസീവർ If the receiver encounters other informations rather than the text in the middle of the data, the user thinks of the end of the problem. റിസീവറിന് ടെക്സ്റ്റ് മാത്രമല്ല റിസീവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടെക്സ്റ്റ് പ്രോപ്പറായി റിസീവ് ചെയ്യുന്നില്ല, മിഡിൽ നമ്മൾ അയക്കുന്നത് വെച്ചാൽ യൂസറിന് പല രീതിയിൽ ചിന്തിക്കേണ്ടി വരുന്ന ഒരു പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടിയിട്ട്. ടു ഓവർകം ദിസ് പ്രോബ്ലം എ ബൈറ്റ് സ്റ്റഫിംഗ് സ്ട്രാറ്റജി വാസ് ആഡഡ് ടു ദ ക്യാരക്ടർ ഓറിയൻറ്റഡ് ഫ്രെയിമിംഗ്. ഇതിന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ബൈറ്റ് സ്റ്റഫിംഗ് സ്ട്രാറ്റജി നമ്മൾ ഈ ക്യാരക്ടർ ഓറിയൻറ്റഡ് ഫ്രെയിമിലേക്ക് നമ്മൾ ആഡ് ചെയ്ത്, അഥവാ ക്യാരക്ടർ ഓറിയൻറ്റഡ് പ്രോട്ടോക്കോളിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. The same pattern of the data found in the frame is if the same pattern of data is found in the frame, a special byte is added to the data section is called character stuffing. ഒരേ പാറ്റേൺ ഡാറ്റ റിപ്പീറ്റായി നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഇടയിലൊരു സ്പെഷ്യൽ ടൈപ്പ് ബൈറ്റിനെ ആഡ് ചെയ്യുന്നതിനാണ് ക്യാരക്ടർ സ്റ്റഫിംഗ് എന്ന് പറയുക, അഥവാ ബൈറ്റ് സ്റ്റഫിംഗ്. This is called an escape character ESC which has a predetermined byte pattern. ഇതിന് നമ്മൾ ഒരു എസ്കേപ്പ് ക്യാരക്ടർ അഥവാ ESC എന്ന് ഷോർട്ട് ഫോമിൽ വിളിക്കും. വിച്ച് ഹാസ് എ പ്രീഡിറ്റർമിൻഡ് ബൈറ്റ് പാറ്റേൺ. നേരത്തെ നമ്മൾ ഡിറ്റർമിൻ ചെയ്ത ബൈറ്റ് പാറ്റേൺ ഉള്ള ഒരു എസ്കേപ്പ് ക്യാരക്ടറായിട്ട് നമ്മൾ ഇതിന് പറയും. ഇഫ് വി ആഡ് ESC ക്യാരക്ടർ ഇൻ ദ മിഡിൽ ഓഫ് ഡാറ്റ സെക്ഷൻ മീൻസ് ഇറ്റ് ഇസ് ട്രീറ്റഡ് as the next character as data, not a delimiting flag. If we add an ESC character, നമ്മൾ ESC ക്യാരക്ടറിനെ in the middle of the data section ഡാറ്റയ്ക്ക് ഇടയിൽ നമ്മൾ ഇടുകയാണെങ്കിൽ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ദ നെക്സ്റ്റ് ക്യാരക്ടർ, അടുത്ത ക്യാരക്ടറായിട്ടേക്കും അത് യൂസ് ചെയ്യാം. ആസ് ദ ഡാറ്റയിൽ അടുത്ത ക്യാരക്ടറായിട്ടേക്കും നോക്കാം. അത് നോട്ട് എ ഡീലിമിറ്റിംഗ് ഫ്ലാഗ്, അല്ലാതെ ഒരു ഫ്ലാഗ് ആയിട്ടല്ല ഇതിന് കൺസിഡർ ചെയ്യാം.
but it again creates a problem if the data contains an escape character followed by a flag. By this, receiver will remove the ESC character from the data section but keeps the flag, which is incorrectly interpreted because of the end of the frame. പക്ഷേ എന്നാലും അതിന് പിന്നെയൊരു പ്രോബ്ലം നേരെ ക്രിയേറ്റ് ചെയ്യും. എസ്കേപ്പ് ക്യാരക്ടർ നമ്മൾ ഫ്ലാഗിന് പകരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ, ഫ്ലാഗിന് കഴിഞ്ഞിട്ട് അടുത്തതായി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, ബൈ ദിസ് റിസീവർ വിൽ റിമൂവ് ദ ESC ക്യാരക്ടർ ഫ്രം ദ ഡാറ്റ സെക്ഷൻ ബട്ട് കീപ്സ് ദ ഫ്ലാഗ്. ഇതിൻ്റെ ഭാഗമായിട്ട് ESC ക്യാരക്ടർ റിസീവർ റിമൂവ് ചെയ്യും, പക്ഷേ ഫ്ലാഗ് എന്നാലും റിമെയിൻ ചെയ്യും, വിച്ച് ഈസ് ഇൻകറക്റ്റ്ലി interpreted because of the end of the frame. ഈ ഫ്രെയിമിൻ്റെ എൻഡിൻ്റെ ഭാഗമായിട്ട് ഇൻകറക്റ്റ് ആയ ഒരു രീതിയിൽ അതിനെ ഇൻ്റർപ്രറ്റൻ്റ് ചെയ്യും. To overcome the encountered problem, if the escape character is part of the text and extra escape character added to show that the second one is part of the text. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഒരു എസ്കേപ്പ് ക്യാരക്ടർ നേരെ ടെക്സ്റ്റിൻ്റെ ഭാഗമായി നമ്മൾ നേരത്തെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ എസ്കേപ്പ് ക്യാരക്ടർ നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. എന്തിനും പ്രീവിയസ് ആയി നമ്മൾ അയച്ചത് നേരെ ടെക്സ്റ്റിൻ്റെ ഭാഗമായുള്ള എസ്കേപ്പ് ക്യാരക്ടർ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഈ പ്രോബ്ലം ഓവർകം ചെയ്യുന്നത് നമ്മൾ അങ്ങനെയാണ്. ഇതവിടെ നേരെ ബൈറ്റ് സ്റ്റഫിങ്ങിൻ്റെ അൺസ്റ്റഫിങ്ങിൻ്റെ ഒരു ഡയഗ്രാമാണ് ഇവിടെ കാണിച്ചത്. ഫ്ലാഗ് ബേസുള്ള ഓരോ ലെയേഴ്സ് ആയിട്ടുള്ള അപ്പർ ലെയറും സ്റ്റഫിങ്ങിൻ്റെ ആയിട്ട് ഭാഗമായിട്ടുള്ളൊരു ഡയഗ്രാമാണ് ഇവിടെ ഉള്ളത്. എന്താ അവിടെ ബൈറ്റ് സ്റ്റഫിങ്ങിൻ്റെ ബേസിലൊരു ഫിഗറാണ് കാണിച്ചത്. ബൈറ്റ് സ്റ്റഫിങ് ഏകദേശം എങ്ങനെയാണ് നടക്കുന്നതെന്ന്. അടുത്ത ബൈറ്റ് ഓറിയൻറ്റഡ് പ്രോട്ടോകോൾ. ബൈറ്റ് സ്റ്റഫിങ് is the process of adding one extra zero whenever 5 consecutive is follow a zero in the data so that the receiver does not mistake the pattern 0111110 for a flag. ബൈറ്റ് സ്റ്റഫിങ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് കേസിലാണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു സീറോന് തുടർച്ചയായിട്ട് 5 കോൺസിക്യൂട്ടീവ് വൺസ് വരികയാണെങ്കിൽ അതിനുശേഷം നമ്മൾ സീറോ ആഡ് ചെയ്യും. ഇത് എന്തിനാണെന്ന് വെച്ചാൽ അതൊരു ഫ്ലാഗ് ആയിട്ട് തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബൈറ്റ് സ്റ്റഫിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് യൂസ് ചെയ്യുന്നു. ഇൻ ദിസ് ദ ഡാറ്റ സെക്ഷൻ ഓഫ് എ ഫ്ലാഗ് ഇസ് എ സീക്വൻസ് ഓഫ് ബൈറ്റ്സ് ടു ബി interpreted by the upper layer as text, audio, video, etc. ഈ കേസിൽ ഒരു ഫ്രെയിമിൽ ഡാറ്റ നേരെ ബൈറ്റ്സിൻ്റെ സീക്വൻസ് ആയിട്ടാണ് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അത് പിന്നീട് നേരെ അതിന് ഇൻ്റർപ്രറ്റ് ചെയ്ത് ടെക്സ്റ്റ്, ഓഡിയോ, വീഡിയോ ആയിട്ടൊക്കെ നമ്മൾ പിന്നെ കൺവേർട്ട് ചെയ്യുക ചെയ്യുന്നത്. അഥവാ നമ്മൾ ഡിവൈസ് നമ്മൾ ഡാറ്റ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നേരെ ബൈറ്റ്സിൻ്റെ ഫോർമാറ്റിലുള്ളതാണ്. In addition to the header, the design will require a in addition to the header, the design will require a delimiter to separate one frame from another frame. ഈ കേസിൽ ഇതിൻ്റെ ഒരു ഹെഡറിന് അഡീഷണലായിട്ട് നമ്മുടെ ഡിസൈൻ ഒരു ഡീലിമിറ്ററിൻ്റെയും കൂടി ആവശ്യം വേണം, ഒരു ഫ്രെയിമിനെ മറ്റൊരു ഫ്രെയിമിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി. വിച്ച് most protocols use a special 8-bit pattern flag as the delimiter to determine the starting and ending of the frame. സാധാരണ നമ്മൾ യൂസ് ചെയ്ത് വെച്ചൊരു 8-bit പാറ്റേൺ ഫ്ലാഗാണ് യൂസ് ചെയ്യുക ഡീലിമിറ്റർ ആയിട്ട് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും നമുക്ക് കാണാൻ വേണ്ടിയിട്ട്.
ഇതിൻ്റെ ബേസിലുള്ളൊരു ബൈറ്റ് സൈസിൻ്റെ ഡയഗ്രാമാണ് ഇവിടെ കൊടുത്തത്. ഡാറ്റ ഫ്രം ഫസ്റ്റ് ഡാറ്റ ഫ്രം ദ അപ്പർ ലെയർ അത് സ്റ്റഫ് ചെയ്തിട്ട് ഫസ്റ്റ് ഫ്രെയിം സെൻറ്റിലേക്ക് കൊടുക്കുന്നു. പിന്നെ അത് റിസീവർ അത് എക്സ്ട്രാക്ട് ചെയ്യുന്നു അടുത്ത ലെയറിൽ. പിന്നെ അത് അൺസ്റ്റഫ് ചെയ്യുന്നു. തിരിച്ചത് അപ്പർ ലെയറിലത്തെ അതേ ഡാറ്റയിൽ നമുക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടുന്നു. അടുത്ത ടോപ്പിക്കിൽ നമ്മൾ പോവാണ് ലിങ്ക് ആക്സസ് പ്രൊസീജിയർ പ്രോട്ടോക്കോൾ, അഥവാ ഷോർട്ടിൽ LAP പ്രോട്ടോക്കോൾ. Link access procedure is basically considered as an ITU family of data link layers DLL protocols that are a subset of high level data link control. LAP എന്ന് പറയുന്നത് ബേസിക്കലി ITU ഫാമിലിയിൽ അടങ്ങുന്ന ഒരു DLL പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായതാണ്. അതിൻ്റെ സബ്സെറ്റായിട്ട് വരുന്ന ഹൈ ലെവൽ ഡാറ്റ ലിങ്ക് കൺട്രോളാണ്. LAP ഈസ് particularly derived from IBM's System Development Life Cycle SDLC, which LAPനെ പർട്ടിക്കുലറായി IBMൻ്റെ സിസ്റ്റം ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്ത് എടുത്തതാണ്. There are several LAP protocols. Each of these protocols is usually a subset of HDLC tailored for a particular purpose. പല തരത്തിലുള്ള LAP പ്രോട്ടോക്കോൾസ് ഉണ്ട്. ഏത് ടൈപ്പ് LAP പ്രോട്ടോക്കോൾ ആയാലും അത് മിക്കവാറും HDLC പ്രോട്ടോക്കോളിൻ്റെ സബ്സെറ്റായിട്ട് നമ്മൾ ടൈലർ ചെയ്ത് എടുത്തതായിരിക്കും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള പേർപ്പസിന് വേണ്ടിയിട്ട്. സം ഓഫ് ദം ആർ ഗിവൻ ബില്ലോ. ഫസ്റ്റ് വൺ വെച്ചാൽ MLP വെച്ചാൽ മൾട്ടി ലിങ്ക് പ്രൊസീജിയർ. രണ്ടാമത് LAPM ലിങ്ക് ആക്സസ് പ്രൊസീജിയർ ഫോർ മോഡേൺസ്. മൂന്നാമത്തെ വെച്ചാൽ LAPF ലിങ്ക് ആക്സസ് പ്രൊസീജിയർ ഫോർ ഫ്രെയിം റിലേ. മൂന്നാമത്തെ വെച്ചാൽ LAPX ലിങ്ക് ആക്സസ് പ്രൊസീജിയർ ഫോർ ഹാഫ് ഡിപ്ലെക്സ്. എന്നിട്ട് നമുക്ക് ഇനി എക്സാമ്പിൾസിലേക്ക് പോകാം. മൾട്ടിപ്പിൾ ലിങ്ക് പ്രൊസീജിയർ MLP basically allows for multi-link operations. It's an upper sublayer of the DL that usually operates among packet layer and multiplicity of SLPS, the single data link protocols functions. It is generally a extension of LAPB that simply gives permission for multiple physical links along with providing better throughput. അടുത്തത് ലിങ്ക് ആക്സസ് പ്രൊസീജിയർ ഫോർ മോഡംസ്, അഥവാ LAPM ഷോർട്ടിൽ പറയുക. LAPM has basically used in V.32 error correction modems and V.42 modems. LAP നമ്മൾ V.32 എറർ കറക്ഷൻ മോഡംസിലും അതേമാതിരി V.42 മോഡംസിലുമാണ് യൂസ് ചെയ്യാറ്. ട്രാൻസ്മിഷൻ എമംഗ് LAP ഈസ് synchronous even through transmission among computers, and modems in is asynchronous. LAP തമ്മിലുള്ള LAPM തമ്മിലുള്ള ട്രാൻസ്മിഷൻസ് സിങ്ക്രൺസ് ആയിട്ടേക്കും പോവുക. ഏത് കേസിലും കമ്പ്യൂട്ടറും മോഡമും തമ്മിലുള്ള ട്രാൻസ്മിഷൻസ് അസിങ്ക്രൺസ് ആയ കേസുകളിലും LAPM തമ്മിലുള്ള ട്രാൻസ്മിഷൻസ് സിങ്ക്രൺസ് ആയിട്ടേക്കും വരിക. വിത്ത് ദ ഹെൽപ്പ് ഓഫ് byte oriented synchronous
techniques, LAPM generally transmits data in frame or packets. Byte-oriented synchronous ടെക്നിക്സിൻ്റെ ഉപയോഗത്താൽ LAPM ജനറലി ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഫ്രെയിംസോ പാക്കറ്റ്സോ ആയിട്ടായിരിക്കും. LAPM യൂഷ്വലി കണ്ടെയ്ൻസ് SREJ അഥവാ സെലക്റ്റീവ് റിജക്റ്റ് as an optional function that allows it to again send all corrupted frames along with providing fast recovery from an error. LAPM യൂഷ്വലായിട്ട് SREJ എന്ന് പറയുന്ന ഓപ്ഷണൽ ഫങ്ഷൻ നമ്മൾ ഇതിൻ്റെ കൂടെ ഉണ്ടാവും. അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ നമുക്ക് കറപ്റ്റഡ് ആയിട്ടുള്ള എല്ലാ ഫ്രെയിംസും ഒരേ സമയത്ത് സെൻഡ് ചെയ്യാനും അതിൻ്റെ കൂടെ റിക്കവറി ടൈമും ഇതിന് നേരെ ഇൻക്രീസ് ചെയ്യാനും നേരെ എറർ വരുമ്പോൾ റിക്കവറി ടൈം ഫാസ്റ്റർ ആക്കാനും ഇത് സഹായിക്കും SREJ മൂലം. Modem transmits or transfers data as frames even though all the attached or connected computers transfer data to LAPM modem as standard asynchronous input. Standard asynchronous input ആയിട്ട് ആണ് LAPM മോഡത്തിലേക്ക് നേരെ കമ്പ്യൂട്ടർ ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ചാലും LAPM മോഡം അതിന് ഫ്രെയിംസ് ആയിട്ടാണ് നേരെ ആ മോഡം അത് ട്രാൻസ്ഫറോ ചെയ്യുന്നത് പിന്നീട്. To simply ensure data reliability, that is data reasonably complete and accurate or not, LAPM makes use of CRC, cycle redundancy checking, and also ARQ, automatic repeat request. ഡാറ്റ റിലയബിലിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി LAPM മോഡം CRCൻ്റെ ARQൻ്റെ ഹെൽപ്പിലൂടെയാണ് ഡാറ്റ റിലയബിലിറ്റി എൻഷുർ ചെയ്യുന്നത്. It is also been developed and established to apply some HDLC features to modems. അതിന് നമ്മൾ ചില HDLC ഫീച്ചേഴ്സ് അപ്ലൈ ചെയ്യാനും നമ്മൾ ഉള്ള രീതിയിൽ നമ്മൾ അത് ഡെവലപ്പ് ചെയ്തത്. It is also designed and created to asynchronous synchronous conversions, error detection and conversions and retransmissions. അതിന് നമ്മൾ സിൻക്രണസുമായുള്ള കൺവേർഷൻസും എറർ ഡിറ്റക്ഷൻസ് ആൻഡ് കറക്ഷൻസിനും പിന്നെ അതേമാതിരി റീട്രാൻസ്മിഷൻസിനും കൂടി ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തത്. അടുത്ത ലിങ്ക് ആക്സസ് പ്രൊസീജിയർ ഫോർ ഫ്രെയിം റിലേ LAPF basically provides data links for frame relay networks and is designed for use along with a frame relay. Frame relay ൻ്റെ കൂടെ ഓടാൻ ഫ്രെയിം റിലേൻ്റെ കൂടെ യൂസ് ചെയ്യാനും അതിൻ്റെ കൂടെ അതേമാതിരി ഫ്രെയിം റിലേ നെറ്റ്വർക്ക്സിന് ഡാറ്റ പ്രൊവൈഡ് ചെയ്യാനും യൂസ് ചെയ്യുന്നതാണ് LAPF. It is easiest and simplest version of ISDN and LAPD. It is also require
required or carrying data only, and even when there is no signaling at DLL for performing flow and error control. It is also a part of network communications protocol. LAPF simply ensures that whether frames are error-free and executed in correct sequence or not. It does not make use of CR command response byte, even though other higher layer protocols that need applications specific do use this byte. അടുത്തത് ലിങ്ക് ആക്സസ് procedure for half duplex. LAPX is used for ship to shore transmissions.